പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനിടയിൽ നമ്മൾ ലോങ് വീഡിയോ ഒരു ദിവസം മിസ്സായി. എനിക്ക് വയ്യാറുന്നു കേട്ടോ. ഞാൻ അന്ന് പറഞ്ഞിട്ടായിരുന്നില്ലേ, യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് ഭയങ്കര പെയിൻ ആയിരുന്നു. അപ്പൊ 2 ദിവസം റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. അതിന്റെ ഇടയിൽ ദിവസം നമ്മൾ ലൈവ് പോയിണ്ടായിരുന്നു. ലോങ് വീഡിയോ ആണ് ഒരു ദിവസം മിസ്സായേ. ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷോർട്സ് വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഒരു ദിവസം റെസ്റ്റ് എടുത്ത് അതൊന്ന് മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മള് രാവിലെ പുട്ടും പഴവും എന്തായിരുന്നു പപ്പടമായിരുന്നു. കണ്ണൻകുട്ടി അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ചായ കുടിക്കുന്നുണ്ട്. ഞാൻ ഇനി വേഗം ഫുഡും കാര്യങ്ങളൊക്കെ ആക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇന്നെ അപ്ലോഡ് ചെയ്യണമല്ലോ, അത് വേറെ രക്ഷയില്ല. വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്ക് ചോറ് അങ്ങോട്ട് കുക്കറിൽ വെക്കാം. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാം. പിന്നെ ഇതാവുമ്പോഴേക്കും നമ്മുടെ അരിയലും പെറുക്കലും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് റെഡി ആയിക്കോളും. അപ്പൊ കുറേ സമയം അങ്ങനെ പോകില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരൊന്നും കിട്ടില്ല, എക്സാമും കാര്യങ്ങളൊക്കെ ആവാറായി. ഫെയർവെല്ലിന് പൂജന് നാളെ ഫെയർവെല്ലാണ്. പിന്നെ ഇനി നാളെ പൂജയിൽ ഇരിക്കില്ല. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം വേഗം സെറ്റ് ചെയ്താലാണ് എനിക്ക് നാളെ ഒന്ന് സമാധാനത്തിൽ വീഡിയോസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മൈക്കുണ്ട്, പക്ഷെ ഞാനത് വെക്കാറില്ല കേട്ടോ. എനിക്ക് മടിയാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ബഹളം കാര്യങ്ങളൊന്നും കേൾക്കും. ഇവിടുന്ന് പിന്നെ വേറെ സൗണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയണതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് കേൾക്കണമൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇനി അതൊന്ന് കഴിക്കിട്ട് അടുത്ത് കേൾക്കട്ടെ കേട്ടോ. കുറച്ച് ദിവസമായിട്ട് കുറച്ച് മടി അലസതയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് എല്ലാ വീഡിയോയിലും വയ്യാന്ന് പറയണതല്ല, വയ്യാത്തതുകൊണ്ടാണ് ഗൈസ്. ഞാൻ അതിൻ്റെ മുന്നേ എങ്ങനെ ആയിരുന്നില്ല, ഡെയിലി കറക്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 1 year ആയിട്ട് ഞാൻ ഡെയിലി ലോങ് വീഡിയോസ് ഷോർട്സ് വീഡിയോസ് ഒക്കെ കറക്റ്റ് ടൈമിന് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും മാർഗമുണ്ടോ ടൈപ്പ് ചെയ്യാൻ? ടൈപ്പ് എടുക്കുമ്പോഴത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആകെ പ്രാന്ത് ദേഷ്യം വരും. പൂജന്റെ ഒക്കെ നല്ല സെറ്റ് ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അയ്യോ ചില്ലറക്കാരൊന്നല്ല പൂജു, ഒരു നോട്ടാ അല്ലേ? പൂജന്റെ ചില്ലറക്കാരികളല്ല. നമ്മളെ ഓമക്കായ നാളികേര ഒരു ഒഴിച്ചുകറി, നാളികേരൊക്കെ അരച്ചിട്ട് ഒഴിച്ചുകറി ഉണ്ടാക്കാം. ബാക്കി എന്താ ഇതാ നമ്മുടെ മാതള ഇരിക്കുന്നത്, ഐസ് പോവാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. മൂപ്പരിവിടെ ഐസ് പോയിട്ടോണ്ടിരിക്കട്ടെ, ഐസ് പോവാണ്ടിരിക്കട്ടെ. ഇതൊക്കെ അങ്ങോട്ട് അരിഞ്ഞ് വെക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി ഇത് മൊത്തത്തിൽ അങ്ങോട്ട് റെഡി ആക്കിയിട്ട് കുക്ക് ചെയ്യായിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞോളും. ഇതില്ലേ പഴുത്ത ഓമക്കായ ഇടാൻ പോയത്. ഞാൻ ഈ ഓമക്കായ ഇടണമെന്ന് വിചാരിക്കുമ്പോൾ അപ്പുറത്തെ ഓമക്കായ ചാടുക. അപ്പൊ അത് കാരണം 2 അങ്ങനെ കിട്ടി. ഇനി വെറുതെ നാശാക്കി കളയാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കറി ഉണ്ടാക്കണത്. മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ മടുക്കണു. മിനിഞ്ഞാന്ന് മീൻകറി, ഇനിയിപ്പോൾ ഇന്നും മീൻകറി ആകുമ്പോൾ ഓടില്ല. പച്ചക്കറി അത് വറക്കും, ഒരു ഉപ്പേരിയൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് ഓടിക്കോളും. അത് വേഗം ചെത്തി അരിഞ്ഞ് ഉണ്ടാക്കിയെടുക്കണം. പച്ചക്കറി അരിയാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. പൂജനോ? പച്ചക്കറി അരിയാൻ ഇഷ്ടമല്ലേ? പച്ചക്കറിയോ അരിയാ ഇഷ്ടം? ഒക്കെ ഇഷ്ടം. എന്താ പറയാ ഗൈസ്, ഉള്ളിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പൂജ 3 ഉണ്ടാക്കണം. നോക്കിയിട്ട് 4 ഉള്ളിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. ചെറുതൊക്കെ ആണെങ്കിൽ പൂജ അത് അവിടെ വയ്ക്കും. ഇതുണ്ടാക്കണം. ഞാൻ പൂജയിൽ ചെറിയ ഉള്ളി മാത്രം നോക്കി കൊടുക്കും. വലുത് പിന്നെ എനിക്ക് വേഗം ഉണ്ടാക്കാൻ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. മോളുടെ സ്വഭാവമാണ് എനിക്ക്. ഞാൻ ബാക്കി ഇന്ന് സമ്മതിക്കൂല. അല്ലെങ്കിൽ എല്ലാവരും എന്താ ചെയ്യാ, ചിക്കനൊക്കെ വാങ്ങി കൊടുക്കും. ചിക്കൻ വാങ്ങി 3 ദിവസം എത്തിക്കണം എന്നുള്ളതെല്ലാം മേടിക്കുക. ആ ചിക്കനെ കൂടെ കൊടുക്കണ്ടുള്ളൂ. വിശേഷമായി അത് ചെയ്യാനില്ല. അതല്ല ഇപ്പോഴത്തെ വിഷയം അതല്ല. നമ്മൾ കണ്ടന്റിൽ നിന്ന് വഴുതി മാറുന്നു. കണ്ടന്റിൽ നിന്നല്ല ടോപ്പിക്കിൽ നിന്നല്ലേ. കണ്ടന്റ് ഇതൊക്കെ തന്നെ. അപ്പൊ ധൈര്യട്ടെ കേട്ടോ. എന്നിട്ടിട്ട് പൊന്മീനെ മൗനം വാങ്ങും.
കണ്ണുകുട്ടി ഇത് അപ്പം ചായ കുടിക്കാനുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ചായ കുടി കഴിഞ്ഞിട്ട് വേഗം ഫുഡിൻ്റെ പരിപാടി നോക്കാമെന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും റീൽസൊക്കെ എടുക്കണം കേട്ടോ. ചില ദിവസമല്ലേ ഭയങ്കര എനർജി, ഞാൻ പറഞ്ഞില്ലേ മടിയുടെ കാര്യം, ചില ദിവസമല്ലേ ഭയങ്കര എനർജി ആയിരിക്കും. ഇന്നെല്ലാം മറയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് എണീക്കുക. അന്നത്തെ ദിവസങ്ങളിൽ പ്ലാനോട് കൂടിയൊക്കെ ചെയ്യുമ്പോൾ ചിലത് നടക്കാറുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ പുറത്ത് പോകേണ്ട ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചൂടിൻ്റെ കാര്യം അറിയാലോ, പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹുദാ. പിന്നെ ഞാൻ അന്നത്തെ ദിവസം ഒന്നിനും വയ്യ. പിന്നെ അതുപോലെ തന്നെ നീക്കാൻ വേണ്ടിയിട്ട് നേരം വൈകുമ്പോൾ, പിള്ളേർക്ക് ക്ലാസ്സൊന്നും ഇല്ലെങ്കിൽ നീക്കാൻ വേണ്ടി നേരം വൈകുമ്പോഴും എനിക്ക് വിചാരിച്ച പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു 6 മണിക്കാകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷനായിരിക്കും. അയ്യോ ഇന്നൊരു പ്രൊഡക്റ്റീവ് അല്ലാത്ത ദിവസമായാലും ഞാനൊരു ഷോർട്സ് പോലും എടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ നെഞ്ഞ് വേദന പോലെയൊക്കെ തോന്നും. അപ്പം ഞാൻ വേഗം 2 ഷോർട്സൊക്കെ തട്ടിക്കൂട്ടി ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. കിളിച്ചുണ്ടൻ മാമ്പഴമേ കുത്താത്തിൻ പഴമേ ഒന്നാങ്കിളി രണ്ടാങ്കിളി മൂന്നാങ്കിളി നാമേ കണ്ടാങ്കിളി കണ്ടു കൊതി കണ്ടപ്പോ അങ്ങോട്ട് കൊത്തിലൊക്കെ കഴിയുമ്പോഴേക്കും ഇതാ പച്ചക്കറി അരിയിൽ കഴിയും കേട്ടോ. ഇവിടെ കിച്ചണിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും വായിക്കൊരു ഒഴിവുണ്ടാവില്ല. ഒന്നല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് പാടിക്കൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു മനസ്സുഖമാണ് കേട്ടോ. നമുക്ക് അറിഞ്ഞിട്ടൊന്നുമല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടാണോ ചെയ്യുക, നമുക്കൊരു ഇഷ്ടം ഉണ്ടാവും, ആ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നട്ട്സ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പുറത്തിറങ്ങി ആ ഒരു ചായ കുടിക്കുക, എനിക്ക് കടിയൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു ചായ കിട്ടിയാൽ മതി, ഒരു കോഫിയോ അല്ലെങ്കിൽ ടീയോ കിട്ടിയാൽ മതി. എനിക്ക് സ്വർഗ്ഗം കിട്ടിയ പോലെ ആവും കേട്ടോ. പിന്നെ നമ്മൾ ഡെയിലി പുറത്തിറങ്ങി ഫുഡ് കഴിക്കുന്ന ആൾക്കാരെന്നില്ല, എന്നാൽ ഡെയിലി പുറത്തിറങ്ങുമ്പോൾ ചായ കുടിക്കും, അത് മസ്റ്റാണ്. എനിക്ക് എന്താണാവും, അപ്പോൾ ചായക്കട കണ്ടു കഴിഞ്ഞാൽ തലവേദന ഇളകും, അപ്പോൾ ചായ കുടിക്കും. ആ പൈസയ്ക്ക് ഫ്രൂട്ട്സ് മേടിക്കാമെന്നൊക്കെ എൻ്റെ മൈൻഡിലുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ആയിട്ടുള്ള സാധനം. പക്ഷേ എനിക്ക് ചായ കണ്ടു കഴിഞ്ഞാൽ അതൊന്നും എനിക്ക് ഓർമ്മ വരില്ല ഗൈസ്, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഹെൽത്ത് കുറച്ചുകൂടെ നോക്കേണ്ടതുണ്ട്. ഞാനിങ്ങനെ പൊണ്ണത്തടി പോലെ ഇരിക്കണം നോക്കേണ്ട, എന്നെ കാണുമ്പോൾ തോന്നുമോ ഈ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല, ചേച്ചി ഭയങ്കര ഹെൽത്തായിട്ട് നല്ല ആരോഗ്യമുള്ളത്. പക്ഷേ ഇല്ല കേട്ടോ, ഈ പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ. എനിക്ക് 2 അടി നടക്കുമ്പോഴേക്കും ക്ഷീണവും കുഴക്കവും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രകൃതമാണ് എനിക്ക്. എൻ്റെ അച്ഛനപ്പോൾ പറയും കണ്ടാൽ ഉള്ളു പൊള്ളയാണെന്ന് പറയും, കാണുമ്പോഴുള്ളൊരു ഇതേ ഉള്ളൂ, വയ്യ. അതാണ് സംഭവം. വയ്യാന്ന് പറയാൻ പാടില്ല ഭഗവാനെ, അങ്ങനത്തെ വയ്യായൊന്നും ഇല്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് എനിക്ക് BP കുറയും, അങ്ങനത്തെ പ്രശ്നങ്ങൾ കേട്ടോ, അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ തല്ലുകൊള്ളിത്തരം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം കൊണ്ട് എനിക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ് ഇതൊക്കെ. ഞാൻ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക, ഉറങ്ങുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. അതെല്ലാ വീട്ടമ്മമാർക്കും ഒരു 30+ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അവസ്ഥ ഇതൊക്കെ തന്നെയാവും. നമ്മൾ 18 അല്ലല്ലോ, 18 പിള്ളേർക്ക് തന്നെ വയ്യ, പിന്നെ ഇപ്പോൾ നമ്മുടെ കാര്യം പറയാനുണ്ടോയെന്നൊക്കെ. അപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് പെറുക്കി കഴിഞ്ഞിട്ട് ഇടിച്ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ പാകത്തിന് വെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചു. ഇപ്പുറത്ത് നമ്മൾ ചോറ് അരിയിട്ടിട്ടുണ്ട് കുക്കറിൽ. ഇനി കറിക്കുള്ളത് വേഗം ചിരകി അരച്ച് വയ്ക്കാം. ഞാൻ പറയാറുണ്ടല്ലോ, ഇവിടെ എപ്പല്ലേ നട്ടപ്പാതിരയ്ക്കൊക്കെ കറണ്ട് പോവും, പുലർച്ചയ്ക്കൊക്കെ കറണ്ട് പോവും, അങ്ങനെയാണ്. കറണ്ട് പോകാൻ എൻ്റെ നേരമൊന്നുമില്ല, തോന്നിയ നേരത്ത് കറണ്ട് പോവും. ഇന്ന് പുലർച്ചയും കണ്ടിട്ടാണ്, പുലർച്ചെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയാണ് കറണ്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ വരും, ഇത്തിരി സമയം പിടിക്കുമെന്ന്. അതാണ് ഞാൻ രാവിലെ വ്ളോഗ് എടുക്കാണ്ടിരുന്നത്. ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ ചാർജ് ഇല്ലാണ്ട് എടുത്ത് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പിന്നെ അവിടേക്കും എത്തില്ല ഇവിടേക്കും എത്തില്ല. അപ്പോൾ അത് കാരണമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുണ്ടാക്കണ കാര്യം. പിന്നെ പുട്ടുണ്ടാക്കണതല്ലേ എപ്പോഴും ഈ കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ചടപ്പിക്കേണ്ടല്ലോ വെച്ചിട്ടാണ് നേരത്തെ കാലത്ത് ഞാൻ ലഞ്ച് പ്രിപ്പറേഷൻ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചത്. ഇത് ഓമക്കായ കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നാളികേരം, 2-3 പച്ചമുളക്, 2 ചെറുള്ളി, 2 വെളുത്തുള്ളി, നല്ല ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം 2 കുരുമുളക് മണിയും കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി തന്നെയാണ്. മോരുകറിയുടെ സെയിം റെസിപ്പി തന്നെയാണ്, പക്ഷെ മോരല്ല, പുളി പിഴിഞ്ഞിട്ട്, വളംപുളി പിഴിഞ്ഞിട്ടാണ് വയ്ക്കണത് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ മീൻകറീൻ്റെ ആകുമ്പോൾ ഒരു മടുപ്പ് വരും, 2 ദിവസം പച്ചക്കറി ആകുമ്പോഴും ഒരു മടുപ്പ് വരും. അപ്പോൾ നമ്മൾ മാറ്റും വിചാരിച്ചത്, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഇന്നൊരു ഒഴിച്ചുകറിയായിട്ട് ഇങ്ങനെ പച്ചക്കറി അത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അരപ്പങ്ങടെ ആദ്യം അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി കറണ്ട് പോയാലും വലിയ പാടൊന്നും. നിങ്ങൾക്ക് നല്ല കൊട്ടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടാവും ചിലപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ മഞ്ചറ ഉത്സവത്തിൻ്റെ വരവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് കടുങ്ങാടുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് അത് തുടങ്ങിയിട്ടുള്ളത്. അതിപ്പോൾ ഒന്നും നിർത്തേണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡിസ്റ്റർബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോൾ അതാ കറിക്കുള്ള പരിപാടി നോക്കാനായിട്ട് അത് വേഗം അരച്ചെടുക്കട്ടെ. ഈ ഒരു കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിലേക്ക്
മീനാണ് നല്ല കോമ്പിനേഷൻ. നമുക്കൊന്നിപ്പോൾ പച്ചമീനുള്ളതുകൊണ്ട് അതുകൊണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അരപ്പും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മെല്ലെ ചെയ്താൽ അതിന് കറണ്ട് വന്നാലും പോയാലും സീനില്ലേ, നമ്മൾ മോട്ടറൊക്കെ വെച്ചാൽ ടാങ്കിയൊക്കെ നിറച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലായിടം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ആ തേങ്ങ ചിരക്കേൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അങ്ങോട്ട് വൃത്തിയിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഭാഗം ഇങ്ങോട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീൻ ഉണ്ടാക്കാൻ പോവാം. ഈ കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് മീൻ ഉണ്ടാക്കാൻ നിൽക്കുകയാണല്ലോ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കഷ്ണങ്ങൾ അരിയലും അരക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചോറ് ഇതാ ഇപ്പോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂച്ചിട്ട് ഇത് ഓഫ് ചെയ്തോളും. അപ്പോൾ പിന്നെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ വേഗം മാന്തൽ ഉണ്ടാക്കാൻ നിൽക്കട്ടെ. മാന്തലായതുകൊണ്ട് തന്നെ വലിയ പാടൊന്നുമില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. 2 ഭാഗത്തെ തൊലി കളഞ്ഞ് ഇങ്ങോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാനുള്ള പാടൊന്നുമില്ല കേട്ടോ. മറ്റുള്ള മീനുകളെ പോലെ ഒന്നുമല്ലല്ലോ. അപ്പോൾ വേഗം തന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ കുട്ടന്മാർക്ക് കുറച്ച് ദിവസമായി ചോറ് കൊടുത്തിട്ട് കേട്ടോ. എന്താ വെച്ചാൽ 2-3 ദിവസമായിട്ട് നമുക്കിവിടെ മീനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മുട്ട കൊടുത്തിട്ട് ചോറ് വന്ന ദിവസം കൊടുത്തു, ആ മുട്ട മാത്രം കഴിച്ചിട്ട് പോയി, ചോറും ഉണ്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അവർക്ക് ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫുഡൊക്കെ തരാം മക്കളെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ ഇവിടെ പുറത്തിരുന്നിട്ട് ആസ്വദിച്ചിരുന്ന് മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഉള്ളിലാവുമ്പോൾ ഇല്ല, ആ ഒരേ നിർത്താണ് നിൽക്കുക. ഇവിടെ ഇരിക്കുമ്പോൾ എന്നറിയോ, മീൻ ഉണ്ടാക്കാൻ കുറച്ചധികം സമയം എടുക്കും. ഇങ്ങനെ കണ്ട ആലോചനയൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇല്ലേ, ഞാൻ കാട് കയറി ചിന്തിക്കും കേട്ടോ. എന്താ കാര്യമൊന്നുമില്ല, പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നോളും. ആരെങ്കിലും ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പൂജിട്ട് എൻ്റെ ഇടയിൽ കൂടെ കലപ്പിൽ പറയുമ്പോൾ അതങ്ങനെ അങ്ങോട്ട് പൊക്കോളും. മീൻണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഇനി വേഗം അതൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ, നല്ല മാന്തളാണ് കേട്ടോ. നമ്മുടെ കുളമംഗലത്ത് നിന്ന് ഞാനന്ന് പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടില്ല. വൈകിട്ട് ഞങ്ങൾ പോയി വാങ്ങിയതായിരുന്നു. നമ്മുടെ പണിമുടക്കിൻ്റെ മുന്നേ ആയിട്ട് ഞാനിവിടെ കട്ടലിൻ്റെ അടിയിൽ കൂന്നിരുന്നിട്ടൊക്കെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതിൻ്റെ ബഹളം ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഞാനിതാ മീനൊക്കെ നല്ലോണം കഴുകിയെടുക്കേണ്ട ഒരു 3-4 പ്രാവശ്യം കേട്ടോ. ഈ മാന്തൾ മീനില്ലേ, എനിക്ക് വലിയ മീൻ ഇഷ്ടമല്ല. വലിയ മാന്തളില്ലേ, അതിഷ്ടമല്ല. മാന്തൾ പിന്നെ വേറെ എന്തോ നങ്കുമീൻ അങ്ങനെ എന്തൊക്കെയൊക്കെ ഇതിന് പറയും. നമ്മുടെ ഇവിടെ മാന്തൾ എന്നാ പറയുക. അപ്പോൾ അതൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മാന്തളാണ് ഇഷ്ടം. ഇതിന് ദശ കൂടുതലുള്ള മാന്തളാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. കുഞ്ഞാപ്പി കുറച്ചുള്ളൂ, വലുതാണ് കുറച്ചധികം ഉള്ളത്. പിന്നെ അതിലേക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, പെരിഞ്ചീരകം ഇത് ചതച്ച് വെക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് മീൻ വറക്കുമ്പോൾ ഈ വക സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഇഷ്ടമല്ല മീനിൽ. ചിലവർക്ക് ഈ വക സാധനങ്ങൾ ഇടുന്നത് ഇഷ്ടാവില്ല. വെറുതെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഉപ്പും മാത്രമാവും ഇഷ്ടമുണ്ടാവും. അവിടെ എനിക്ക് ഈ വക സംഭവങ്ങളൊക്കെ ചേർത്താലാണ് മീൻ വറുത്തത് കൂടുതൽ ടേസ്റ്റ്. അതിൻ്റെ മസാല മതി ചോറിനാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊടിയായിട്ട് എപ്പോഴും പറയണ പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ലേശം ഇട്ട് കൊടുക്കുക, ഉപ്പ്, പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇത്രയാണ് പൊടികളും മസാലപ്പൊടികളായിട്ട് എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് അരയ്ക്കും. ഈ ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഈ പൊടികളൊക്കെ കൂടെ അങ്ങോട്ട് അരച്ചിട്ട് ചേർക്കാറുണ്ട് കേട്ടോ. ഇപ്പം എങ്ങനെയാണ് ചേർക്കുന്നത്. ഇനി മസാല അങ്ങോട്ട് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു 8-10 മിനിറ്റ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഉപ്പും എരിവും പുളിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പിടിച്ചോളും. സുർക്ക ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ കാണിക്കാൻ വേണ്ടി വിട്ടുപോയല്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടത്. കുറച്ച് ദിവസം മുന്നത്തെ വ്ളോഗ് ആയതുകൊണ്ട് തന്നെയാണ് തപ്പിപ്പിടിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. സുർക്ക ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് വിട്ടുപോയതാണ് അതിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്താൽ മതി. എല്ലാം അങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞ് കുക്ക് ചെയ്യുമ്പോൾ കുറച്ചധികം ഈസിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് കഴിഞ്ഞ് ഒന്നെടുത്ത് ചെയ്യണേക്കാട്ടിൽ ഇത്തിരി കൂടി ഈസി ആയിട്ട് തോന്നാറുണ്ട്. ഇങ്ങനെ നമ്മുടെ ഇടിച്ചക്ക ഇതാ ഇപ്പം വേവും, അല്ലാണ്ട് അധികം വേവും ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് വേവിക്കുക. ഞാൻ പിന്നെ ചോറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് വെക്കാഞ്ഞതാണ്. ഇതാ ഞാൻ മീൻ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് പൂജുട്ടി ചോറൊക്കെ ഊറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ നമുക്ക് വേഗം ഇതാ ഓമക്കായും 2 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുക്കറിൽ 2 വിസിൽ നല്ലോണം വെന്തോട്ടെ, അതാണ് അതിൻ്റെ ഒരു നല്ലത്. അപ്പോൾ പിന്നെ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു. ചോറ് ഓൾറെഡി ഊറ്റി വെച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിനി അപ്പുറത്ത് ഉപ്പേരി റെഡി ആയിട്ടുള്ളത് നമുക്ക് കുത്തി വറുത്തിടാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അത് ഉള്ളിമുളകും കുത്തിയിട്ട് തന്നെയാണ് വറുത്തിടുക. അത് ഞാൻ എപ്പോഴും വ്ളോഗിൽ പറയാറുണ്ട്, എനിക്ക് ഉപ്പേരി വെറുതെ കടുക് പൊട്ടിക്കുന്നത് ഇഷ്ടമല്ല. നല്ലോണം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ച് കുത്തി വറുത്തിട്ട ഉപ്പേരിക്ക് അയ്യോ. ഞാൻ ഈ മീൻവറുത്തൻ്റെ കാര്യം പറയണ പോലെ ഉപ്പേരി മാത്രം മതി ചോറിനാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേച്ചി എന്തിനാ അതിനൊക്കെ കൂടെ ഉണ്ടാക്കണമെന്ന് ചോദിക്കും. കുട്ടികൾക്ക് സ്കൂളിലേത്ത ദിവസമല്ലേ നമുക്കിങ്ങനെ ആർഭാടായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റേ 2 ആളും ചോറും ഉണ്ടാവില്ല, എങ്ങനെ പറഞ്ഞാലും ചോറും ഉണ്ടാവില്ല. ഞാൻ ഈ 5 മണിക്ക് നീറ്റ് ഇതൊക്കെ ഉണ്ടാക്കി പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോകുമ്പോൾ ഇവരുടെ മുഖം ഇനി ഇതിപ്പോൾ ഇതിൽ വെക്കാൻ സ്ഥലമില്ല എന്നൊക്കെയാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, വെക്കാൻ സ്ഥലം ഉണ്ടാവുമ്പോൾ പറയട്ടെ, അപ്പം ഉണ്ടാക്കി കൊടുക്കാം. ഞാനിത് എത്ര മെനക്കെടണമെന്ന് വിചാരിക്കും. അപ്പോൾ പിന്നെ ഞാൻ അന്നത്തെ ദിവസങ്ങളിൽ നേരത്തെ കാലത്ത് പലഹാരവും കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കൊടുക്കുക എന്നുള്ളത് ചോറിൻ്റെ പരിപാടി ഇപ്പോൾ ചെയ്യാറില്ല. പിന്നെ ലീവുള്ള ദിവസമല്ലേ അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ചൂടോട് കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഈ ഉപ്പേരിയും പപ്പടവും പായസമൊക്കെ കൂടെ, പായസമില്ല കേട്ടോ, മീൻ വറുത്തതൊക്കെ കൂടെ ആക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഇരിക്കുന്ന പാത്രങ്ങളില്ലേ അത് അങ്ങോട്ട് കയ്യോടെ അങ്ങോട്ട് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇതിന് വേറൊരു നേരവും കാലം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ അത് അങ്ങോട്ട് വേഗം കഴുകട്ടെ. ഇല്ലെങ്കിൽ ഈ ഒരു കിച്ചൺ ടേബിൾ മൊത്തമല്ലേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതാണ് ഈ 1-2 ആവുമ്പോൾ അങ്ങോട്ട് കഴുകി വെക്കണത്. കഴുകി വെച്ചിട്ട് കയ്യോടെ അതാത് സ്ഥലത്ത് അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു വൃത്തിയായിട്ട് തോന്നും. എനിക്ക് അത് കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ അവിടെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് കേട്ടോ.
ചിലർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യണതായിരിക്കും. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ചെയ്യണ പോലെ എല്ലാവരും ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്യണതാണ് ശരിയെന്നൊന്നും അല്ലാട്ടോ പറയുന്നത്. എനിക്ക് ഇതാണ് കൂടുതൽ ഭയം, അല്ലെങ്കിൽ ഇതാണ് കൂടുതൽ മനതൃപ്തി. നമുക്ക് ചെയ്യണ കാര്യങ്ങൾക്കൊരു ഇഷ്ടവും മനതൃപ്തിയൊക്കെ ഉണ്ടാവില്ല. ഇങ്ങനെ അല്ലെങ്കിൽ ഒരു എന്തോ പോലെയാണ് എനിക്ക്. ആ ഒരു ഇടം നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലം നീറ്റായിട്ടിരിക്കണം. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വലിയ പുണ്യം കിട്ടിയിട്ടൊന്നുമല്ല, അതങ്ങനെ ശീലമായി, അതങ്ങനെ ചെയ്യണു. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, എല്ലാവർക്കും എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യണതായിരിക്കും ഇഷ്ടം. അതങ്ങനെ ചെയ്യുക, ഞാനിങ്ങനെ ചെയ്യണു. എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഫ്രണ്ട്സ് വെക്കാറുണ്ട്, എടി ഇങ്ങനെ തുടച്ചിട്ട് എനിക്ക് കൈവേദന, എനിക്കൊന്ന് എല്ലാം കഴിഞ്ഞിട്ട് ചെയ്തുകൂടെയെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതാ ചേച്ചിമാർ പറഞ്ഞ പോലെ ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ എന്നാലും ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ. ഒരു മാസം ബ്ലഡ് കൗണ്ട് കൂടുമില്ലെന്ന് നമുക്ക് നോക്കണമല്ലോ. ഞാനത് പിള്ളേർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മാത്രം കുടിച്ചാൽ പോരാ, പിള്ളേരും കൂടി ബ്ലഡൊക്കെ വന്ന് റെഡി ആവട്ടെ. പിന്നെ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് വലിയ ഒട്ടും പിടിക്കണില്ല, എന്തായാലും കുടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ണൻകുട്ടി, അതിനി നമുക്ക് കയ്യോടെ അങ്ങോട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇതിങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേടുവരും. പച്ച മാങ്കോ, പിന്നെ മഞ്ഞ മാങ്കോ ഉണ്ടാവുന്നൊക്കെ മഞ്ഞേ പഴുക്കാലല്ലേ, മഞ്ഞ ഉണ്ടാവും. അപ്പൊ പിന്നെ പറഞ്ഞാലും എഴുതി തരാനില്ല. ഇത് ഉപ്പിലിടുകയോ ഉപ്പിലിടുകയും ചെയ്യാം. കുറച്ച് ഞാൻ അങ്ങനെ ഇടുന്നൊന്നും ഞങ്ങളില്ല കേട്ടോ. ഇത് ഇത്ര വലിയൊരു പ്രശ്നമാണോ? അവിടെ ചെത്തിക്കളയല്ലേ, നല്ല ചെളുമ്പാണ്. അതുകൊണ്ട് ഇത് കിട്ടാത്തതായോണ്ടേ ഇത്തിരി ഇടുന്നൊന്നും ഞാൻ കളയുന്നില്ല. വേറെ കാര്യം നമ്മളവിടെ വെട്ടി കഴിഞ്ഞാൽ എടുക്കും. ഇത് ഞാൻ കഴിച്ചോണ്ട്. ഓക്കെ, ഇപ്പൊ ധരിയാൻ വേണ്ടിയിട്ടും സുഖാണ്. കുറച്ച് ഉപ്പിലിടാം, പിന്നെ കുറച്ച് ലേശം ഉപ്പും മുളകും പൊട്ടിയിട്ട് നമുക്കൊന്ന് ചോറിലേക്ക് ഉപ്പും മുളകും തിരുമ്മ. അങ്ങനെ വെളിച്ചെണ്ണ പൊടിച്ചിട്ട് സാധാ കടുക് പൊട്ടിക്കാണ്ട് അങ്ങനെയാക്കാം. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഓക്കേ, ഇത് രണ്ടും നമുക്ക് ഇഷ്ടമുള്ളതാണ്. ഇടിച്ചക്ക മാങ്ങ ഇടിച്ചക്ക മാങ്ങ, പിന്നെ മാന്തള വറുത്തത് സീന. ഇന്നൊരു പൊതിച്ചോറ് സെറ്റ് ചെയ്യാമെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. ഒരു മുട്ടയും കൂടെ 2 മുട്ട കിട്ടിയിരുന്നെങ്കിൽ പൊതിച്ചോറാക്കാറുണ്ട് അല്ലേ? എന്താ നീ ഒന്നും മിണ്ടാത്തേ? അതെ, ഉപ്പിലിടാൻ കുറച്ച് വലുതാക്കിയിട്ട് ഞാൻ അച്ചാറുണ്ടാക്കാന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിള്ളേരുടെ ഭൂരിപക്ഷം നോക്കിയപ്പോൾ ഉപ്പിലിട്ടാൽ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെയാണ് അരിഞ്ഞത്. അപ്പോൾ പൂജിട്ട് പറഞ്ഞു ഇങ്ങനെ അരിഞ്ഞിട്ടല്ല, നീളത്തിൽ അരിഞ്ഞിട്ട് ഉപ്പിലിടണം. അതിന് മാത്രമുള്ള വലിയ മാങ്ങയല്ല അത്. എന്നാലും ഞാൻ അവരുടെ പരിഗണിച്ചിട്ട് ഞാൻ ആ ഒരു കഷ്ണാക്കിയില്ലേ ഫസ്റ്റിൽ നുറുക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതെനിക്ക് ഉപ്പും മുളകൊക്കെ വെളിച്ചെണ്ണയൊക്കെ തിരുമ്പിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പിള്ളേർക്ക് ഇതാ ഇങ്ങനെ നീളത്തിലാക്കിയിട്ട് ഒരു കുപ്പിയിൽ നിറയെ, പിള്ളേർക്ക് നല്ല ഞങ്ങൾക്ക് 3 ആൾക്കും ഒന്നും ഇല്ലാത്ത സമയത്തില്ലേ ഇതും കൂട്ടി കഴിച്ച് അതിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും. പണ്ടൊക്കെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. മാങ്ങയും മാങ്ങയുടെ വെള്ളം കൂട്ടിയിട്ടൊക്കെ ചോറിനിട്ടുണ്ട്. ഇങ്ങനെ ആ ഒരു അതിൽ ചീനിമുളകോ പച്ചമുളകോ ഉണ്ടെങ്കിൽ അതും കൂടെ ഞെരടിയിട്ട് ചോറും കൂടെ കഴിക്കും. എൻ്റെ പൊന്നോ സ്വർഗ്ഗമായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇടയിൽ ലെയറായിട്ട് പച്ചമുളകൊക്കെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പുണ്ട്. വെള്ളം ഞാൻ ചൂടുവെള്ളം നല്ല കേട്ടോ, അതൊക്കെ ഇപ്പം തീരും 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് പിന്നെ അത്ര മെനക്കെട്ട പരിപാടിക്കൊന്നും നിൽക്കണ്ട. അടച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് കുലുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും ഞാൻ. അപ്പോൾ ആ കറുമുറ് പോവില്ല. ഏതൊക്കെ തരം അച്ചാറുണ്ടോ ആ തരം അച്ചാറൊക്കെ ഞാൻ അച്ചാറല്ല നമ്മുടെ വരും. ഇതൊരു തട്ടിക്കൂട്ട് പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുത് കൂട്ടാനൊന്നും വെക്കാനില്ലാത്ത സമയത്ത് ഇങ്ങനോട് പോയി പെറുക്കുക. ഇത് ഉപ്പ് നമ്മുടെ അമ്മമ്മ ഒറ്റപ്പാലത്തെ മുത്തശ്ശി സമയത്തൊക്കെയാണ്. 2-3 കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഉപ്പും മുളകും തിരുമ്പി ഒഴിച്ചിട്ട് ഒരു കുട്ടിങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ നമ്മളെ ഒന്നും വേണ്ട വേറെ. അതൊക്കൊരു ഇതാണ്. ഏതാണ് ഇത്? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതല്ലെന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മതി. ഇതുണ്ടല്ലോ, ഇതാണ് അത്. ഇത് ഉഷാറായിരിക്കണം. ഇടിച്ചൊക്കെ ആയിട്ടോ. ഇതൊരു അഹങ്കാരമാവുമോ
പിന്നെ എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ നല്ല ചൂടുള്ളതൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ചില സമയങ്ങളിൽ എനിക്ക് അയ്യോ ഇങ്ങനത്തെ ചട്ടി കഴിയുമ്പോൾ വലിയ ചൂട് ഫീൽ ചെയ്യില്ല. ബാക്കി മറ്റുള്ള പാത്രങ്ങളൊന്നും ഞാൻ ചെയ്യില്ല കേട്ടോ. ഇതിപ്പോൾ എന്തൊരു അഹങ്കാരത്തിന് അങ്ങനെ ചെയ്തതെന്നുള്ളൂ. പിള്ളേരൊന്നും ആരും അങ്ങനെ കണ്ട് ചെയ്യരുത് കേട്ടോ, കൈ പൊള്ളി പോവും. എനിക്കിത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാനിതൊരു പ്ലേറ്റിലാക്കി. ഇനി ഇടികല്ലിൽ നമുക്ക് ആ ഒരു ഇടികല്ലിൽ ചതച്ചെടുക്കണമെങ്കിൽ കുറച്ച് പാടാം, ഓരോന്ന് രണ്ടെണ്ണമൊക്കെ എടുത്തിട്ട് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്ലേറ്റിലാക്കിയിട്ട് കുത്തി ചതയ്ക്കുക ചെയ്തത്. മിക്സിയിലാകുമ്പോൾ ആകെ ഇങ്ങനെ അളിപൊളിയായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മയില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ പ്ലേറ്റിലാക്കിയിട്ട് അങ്ങനെ കുത്തി മാറ്റി ചതച്ച് വെച്ചു. പിന്നെ ഉപ്പേരിയിലേക്കുള്ള ഉള്ളിയും ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചു. ഇനി നമുക്കതൊന്ന് കടുക് പൊട്ടിച്ച് വറുത്തിടാം കേട്ടോ. കടുക് പൊട്ടിച്ചിട്ടല്ല, ഉള്ളിമുളകും ചതച്ചിട്ട് വറുത്തിടാം. അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. ഇനി നമുക്ക് ഉള്ളിയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ഇടിച്ചക്കൊപ്പേരി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സ്വർഗ്ഗം കിട്ടിയ പോലെയാണ്. ചേച്ചി കൊടുത്തയച്ചതാണ്, അല്ലെങ്കിൽ അമ്മ കൊടുത്താക്കിയും. എനിക്ക് അങ്ങനെയൊക്കെയാണ് ഇടിച്ചക്ക കിട്ടുള്ളൂ കേട്ടോ, അല്ലാതെ എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടാനില്ല. അപ്പോൾ എവിടെ നിന്ന് കിട്ടിയാലും ഞാൻ ഇറന്ന് പിടിച്ച് കൊണ്ടുവരും. ഇതുപോലെ ഇങ്ങോട്ട് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ. വറ്റൽമുളക് ഉണ്ടെങ്കിൽ മുളക് പൊടിയുടെ ആവശ്യമില്ല. എൻ്റെ വറ്റൽമുളക് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്കയും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക, ഉണ്ടെങ്കിലില്ല ഇല്ലെങ്കിൽ. ഇതെല്ലാവർക്കും അറിയാം. ഞാൻ പിന്നെ അതൊരു ഓണത്തിന് വീഡിയോ എടുക്കല്ലേ എന്ന് വെച്ചിട്ടും കൂടെ പറഞ്ഞോളൂ കേട്ടോ. ഇടിച്ചക്കപ്പേരി ഉണ്ടാക്കാൻ അറിയാത്തവരാരുമില്ല. ഇതിൻ്റെ കൂടെ തേങ്ങാരപ്പുണ്ട്, അതും കൂടെ ചേർക്കുകയാണെങ്കിൽ തോരൻ പോലെ ചെയ്യുകയാണെങ്കിൽ അതിൽ സൂപ്പറാണ്. നാളികേരം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പേരിയായി അതങ്ങോട്ട് അടച്ചു വെച്ചു. അച്ചാറായി അത് അടച്ചു വെച്ച്, അച്ചാറല്ല നമ്മൾ ഉപ്പും മുളകും കൂടെ തിരുമ്മിയിട്ടുള്ള ആ സംഭവം അവിടെ റെഡി ആയിട്ടുണ്ട്. ചോറായിട്ടുണ്ട്. കറി ഇതാ ഓൾറെഡി ഇതായി റെഡിയായി. ഇനി നമുക്ക് വേഗം കറിയും കൂടെ അങ്ങോട്ട് വറുത്തിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീമി അങ്ങോട്ട് വറക്കാം. ഇപ്പോഴേക്കും എരിവൊക്കെ ഇതിനകത്ത് എല്ലാ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഇത്രയും നേരം ആയില്ലോ ഇതൊക്കെ ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി വേഗം അതും കൂടെ ചെയ്യട്ടെ. നമ്മുടെ കറിയിലേക്ക് ഇനി എന്താക്കണം, പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കണം കേട്ടോ. അയ്യോ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എല്ലാം കഴിഞ്ഞു എന്നുള്ള അഹങ്കാരത്തിൽ നിൽക്കുക. അല്ല, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താക്കി അപ്പുറത്ത് മീൻ വറുക്കാൻ വെച്ചു, ഇപ്പുറത്ത് പുളിയും കൂടെ പാകത്തിന് പുളിവെള്ളം കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് അതൊന്ന് വെട്ടി തിളച്ച് വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ അരപ്പ് ചേർക്കുള്ളൂല്ലോ. അപ്പോൾ ഞാൻ അതിനകത്ത് പുളി പാകമാണോ ഉപ്പുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉടച്ച കയ്യിൽ അവിടെയാണ്, അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തം കൂടുന്നത്. അപ്പോൾ ഇപ്പുറത്ത് മീൻ വറുക്കാമെന്ന് വെച്ചു. കൂട്ടാൻ വറുത്തിടാറായിട്ടില്ല ഗൈസ്, അത് അരപ്പും കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ എടുത്ത വീഡിയോ ഞാൻ എടുത്ത വീഡിയോ ഒക്കെ ആണെങ്കിൽ എനിക്കത് ടപ്പേതിനെ ഓർമ്മ ഉണ്ടാവും. ഇന്നലത്തെ വീഡിയോ ആണെങ്കിലും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഇത് ഇന്നലത്തെ അല്ലേ, സത്യം പറഞ്ഞാൽ ഇന്നലത്തെയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല മക്കളെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. കറി ഇതാ തിളച്ച് പുളിവെള്ളമൊക്കെ തിളച്ച് റെഡി ആയപ്പോൾ ഞാൻ അരപ്പും കൂടെ ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. നമുക്ക് പാകത്തിനുള്ള ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളമൊക്കെ ആക്കി മീൻ അതിൻ്റെ ഇടയിൽ ഇതാ ഒരു സൈഡ് ആയപ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് മാന്തള മീൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കണക്കുട്ടി ഇപ്പുറത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്തു തരണോ ചോദിച്ചിട്ട്. ഇവൻ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൻ ചെയ്തു തരും കേട്ടോ. അങ്ങനെ മടിയല്ല, പക്ഷേ വീഡിയോ എടുക്കുന്ന ആൾക്ക് മടിയാണ്. വീഡിയോ എടുക്കാൻ പാടില്ല അവൻ ചെയ്യണത്, അത്രേ ഉള്ളൂ. ഇനി ഇതാ കറിയും കൂടെ വറുത്തിടാൻ വേണ്ടിയിട്ട് ഉലുവട്ടു, കടുകിട്ടു, വറ്റൽമുളക് 2 ഉണ്ടായിരുന്നു, അതും വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കറി അങ്ങോട്ട് താളിക്കാം കേട്ടോ. അയ്യോ, ഈ ഒരു കറി ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കി ഓർന്ന കറിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഉണ്ടാവില്ല, അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മുടെ അത്ര എത്തിയില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ണൻകുട്ടിക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ കറി. അപ്പോൾ കറിയൊക്കെ വേറൊരു പാത്രത്തിൽ പകുതി വെച്ചിട്ട് ഇനി വലിയ പാത്രങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് കഴുകിയെടുക്കാം. കുക്കിംഗ് പരിപാടി ഏകദേശം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങോട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 11 കൂടിയിട്ട് ഒരുവിധം നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും വെച്ചാൽ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വിശക്കണവർക്ക് കഴിക്കാം. എനിക്ക് എഡിറ്റ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നൊരു പ്ലാനോട് കൂടിയിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ഒന്നും ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ ഫുഡ് ഇനി ഇവർക്ക് ആ സമയത്ത് ആയിട്ടില്ലെങ്കിൽ ടെൻഷനല്ലേ. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളും ആയി, അതിൻ്റെ ഇടയിൽ കൂടെ ലോങ് വീഡിയോ ആയി. ഇനി മീൻ അതാ ഒരൊറ്റ ട്രിപ്പും കൂടെ വറുത്ത് കഴിഞ്ഞാൽ മീനിൻ്റെ കാര്യങ്ങളും ശരിയായി. ബാക്കി ഇതെന്തായിരുന്നു എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, വേപ്പിലാണ് തോന്നുന്നു. അതൊക്കെ അതായത് ഫ്രിഡ്ജിൽ തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിപ്പോയിക്കോളൂ. ഇതാണ് ഇപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് പൊന്നിൻ്റെ പോലെയാണ്, സ്വർണ്ണത്തിൻ്റെ പോലെയാണ് ഇപ്പോൾ എനിക്ക് വേപ്പിലയുടെ കാര്യം എന്ന് പറയുന്നത്, കിട്ടാനില്ലാന്നേ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട്
ഞാൻ എന്താക്കി വെച്ചാൽ നമ്മുടെ മാറാലൊക്കെ തട്ടാൻ വിചാരിച്ചു. കുറച്ച് ദിവസമായി ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട്. ഇനിയിപ്പോൾ നോമ്പൊക്കെ തുടങ്ങുമ്പോൾ ഇല്ലേ, എനിക്ക് അങ്ങനെ നോമ്പൊക്കെ തുടങ്ങുമ്പോൾ ഈ നനച്ച കുളി അവരൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ടെൻഷനാണ്. അയ്യോ എൻ്റെ വീട് മാത്രം, നമ്മുടെ ചുറ്റുപുറം മുസ്ലിംസ് ഫാമിലിയാണ്, അതുകൊണ്ടല്ല, എനിക്ക് കൂടുതൽ നമ്മൾ അങ്ങനെയല്ല അവരുടെ അല്ലേ കാണുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ നോമ്പ് എടുക്കുകയാണെങ്കിലും 1-2 നോമ്പ് എടുക്കും, ഒരു നോമ്പെങ്കിലും ഞാൻ എടുക്കും. ഇപ്പോൾ നമ്മൾ പെരുന്നാൾക്ക് ബിരിയാണി വയ്ക്കും, ഒക്കെ നമ്മുടെയും കൂടെ ഒരു കാര്യങ്ങളായിട്ട് തോന്നാറുണ്ട് എനിക്ക്. അപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ ഭയങ്കരമായിട്ട് നനച്ചുകുളി, പിന്നെ അടിക്കലും തുറക്കലൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ, ഇവിടെ നല്ല എവിടെ ആയാലും. അപ്പോൾ എനിക്ക് ആ സമയത്തൊരു വേവലാതിയാണ്. അയ്യോ എൻ്റെ വീട് മാത്രം, നമ്മുടെ വീട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിൽക്കണ വീട് എൻ്റെ വീട് തന്നെയല്ലേ. ഇനിയിപ്പോൾ റെൻ്റ് വീടാണെങ്കിലും നമ്മൾ നിൽക്കണോടത്തോളം അത് നമ്മുടെ വീട്. അങ്ങനെയാണ് എനിക്ക് ആലോചിക്കാനും ഇഷ്ടം, അങ്ങനെ തന്നെയാണ് ഞാനത് നോക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് എന്താക്കി വെച്ചാൽ ഞാൻ മാറാലൊക്കെ തട്ടട്ടെ. മാറാല തട്ടൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ക്ലാസ് ഉള്ള ദിവസം ഞാൻ ബോറടിച്ചിരിക്കുമ്പോൾ എനിക്ക് ജനലും പിന്നെ കഥകൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ മതി. അല്ല ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നും അയ്യോ എൻ്റെ വീട് മാത്രമാണോ വൃത്തിയില്ലാത്ത, എല്ലാവരും വൃത്തിയാക്കി കിട്ടുമല്ലോ. അപ്പോൾ എനിക്കൊരു സമാധാനം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ മാറാല പിടിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അന്നാൾ ദിവസം ഒരു രണ്ടാഴ്ച മുന്നേ ചെയ്തതല്ലേ, അപ്പോൾ പിന്നെ അതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ണിലൊക്കെ പൊടി ചാടുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ എല്ലായിടത്തും മാറാലില്ല, പക്ഷേ ചില ഭാഗങ്ങളൊക്കെ നല്ലോണം മാറാല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ് കേട്ടോ. മറ്റേത് എനിക്ക് എന്തോ ഒരു അയ്യോ നോമ്പ് നമ്മൾ മൊത്തം എടുത്തു ഇല്ലേ എന്നുള്ളതല്ല, പക്ഷെ അതിങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഒരു മനസ്സുഖം. ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട് വൃത്തിയായില്ലോ എന്നുള്ളൊരു ഫീൽ വരുമല്ലോ. പിന്നെ നോമ്പ് എടുക്കുകയാണെങ്കിലും നമുക്കെല്ലാം നമ്മൾ ചെയ്തുല്ലോ, മൊത്തത്തിൽ നമ്മൾ ചെയ്യാന്നുള്ളതല്ല. പിന്നെ അളുക്കുകളൊക്കെ നമ്മുടെ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയുടെ കളുക്കൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു വൃത്തിയേടും ഉണ്ടാവില്ല. ഞാൻ എടുക്കുമ്പോൾ ഞാൻ തുടച്ച് വയ്ക്കും, അങ്ങനെ വൃത്തിയേടാവാൻ വേണ്ടി നിൽക്കില്ല. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ആ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തൊന്ന് തുടച്ച് മിനുക്കി വെക്കേണ്ട പാടുള്ളൂ. പിന്നെ പച്ചരി ഉണ്ട് കൊടുത്തിട്ട് റേഷൻ കടയിൽ നിന്ന്, അതൊന്ന് ഉണക്കി പൊടിക്കുകയും വേണം. അത്രയ്ക്കാണ് നമ്മുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെയ്യാനുള്ള പണിയോളാണ്. ഇന്നിപ്പോൾ കൃത്യമായിട്ട് ചെയ്യണത് മാറാല തട്ടുക. A to Z എല്ലാ സ്ഥലത്തും മൊത്തത്തിൽ മാറാലയും പൊടിയും തട്ടിയിട്ട് നമ്മൾ അടിച്ചു വാരി തുടയ്ക്കുക എന്നുള്ളതാണ്. ജനലും വാതിലൊക്കെ ഞാൻ പിന്നീട് എനിക്ക് ഒഴിവ് പോലെയാണ് ഞാൻ തുടയ്ക്കുള്ളൂ. ഇപ്പം ഞാൻ എല്ലാം കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടില്ല. അപ്പോൾ ഈ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അടിച്ചെടുത്ത് വരുമ്പോൾ തന്നെ ഒരു നേരമാവും. നമ്മുടെ ചൂല് മാറ്റിയപ്പോൾ തന്നെ പകുതി രക്ഷയാണ് കേട്ടോ. പിന്നെ പുറത്തും ഒക്കെ മാറാല തട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അടിച്ച് വാരി തുടയ്ക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഏകദേശം ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. നട്ടുച്ചയ്ക്ക് ഇപ്പം ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ 4 മണിക്ക് എനിക്ക് വെളിച്ചം പോണതിന് മുന്നേ ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 1 മണിക്കൂർ അതിന്, പിന്നെ അതിൻ്റെ എഡിറ്റിങ് കഴിഞ്ഞിട്ട് ഇന്നലെ തന്നെ പോസ്റ്റ് ഇടാനുള്ളതായിരുന്നു. അപ്പോൾ അത് കാരണം ആ സമയം പോവും. അപ്പോൾ ഇപ്പം ഈ കയ്യോടെ അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ കാര്യങ്ങളും റീൽസൊക്കെ എടുത്ത് വന്ന് വേഗം തന്നെ കുളിച്ച് നമുക്ക് വിളക്ക് വെക്കാനുള്ള സമയം ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ തന്നെ ചെയ്യണത്. ഇവിടെ നിന്ന് ഞാൻ നിൽക്കാൻ പറ്റണില്ല, അത്രയും വെയിലും ചൂടാണ് കേട്ടോ. അയ്യോ ഇവിടേക്കാണ് അസാധ്യ വെയിൽ. അപ്പോൾ അവിടെ കാലെന്നെ അവിടെ കുത്താൻ പറ്റണില്ല. അപ്പോൾ വേഗം തന്നെ തുടച്ചെടുക്കുകയാണ്. ടപ്പേന്ന് തന്നെ തുടച്ചെടുക്കുന്നുണ്ട്. നമുക്ക് തുടയ്ക്കാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല, ഡെയിലി തുടയ്ക്കണോണ്ട് ചളിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം മാറാല തട്ടിപ്പൊടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരൊറ്റ ട്രിപ്പിൽ തുടച്ചെടുത്താൽ തന്നെ നല്ലതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഡീപ്പായിട്ട് തുടച്ചെടുക്കാൻ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമൊന്നുമല്ല, ഡെയിലി തുടയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തുടയ്ക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. കിച്ചണിൽ പരിപാടിയും ഏകദേശമൊക്കെ ഒറ്റ ട്രിപ്പും കൂടെ ഉള്ളൂ, ഒരു സൈഡും കൂടെ ആയിക്കഴിഞ്ഞാൽ മീനിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടയ്ക്കലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കലാപരിപാടി ഏകദേശം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. വീട് അങ്ങോട്ട് മൊത്തത്തിൽ വൃത്തിയായാൽ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. ഒരു എനർജി എവിടെ നിന്നൊക്കെയാണ് കയറുകയെന്ന് അറിയില്ല. അങ്ങനെയാണ് കേട്ടോ. ഈ ബാക്ക് വശത്താണ് നമ്മുടെ വേസ്റ്റ് ഇടുന്നതും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് കവർ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് ഡംപ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ അവർ വരുമ്പോൾ ഹരിതകർമ്മസേനയുടെ അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. അധികം കവറും കാര്യങ്ങളൊന്നും മിക്കതും ഉണ്ടാവാറില്ല. ഉള്ളത് 1 മാസം ഒന്നും കൊടുക്കാനുള്ളത് ആകെ ഒരു കവർ, ഒറ്റൊരു കുഞ്ഞ് കവറേ ഉണ്ടായിരുന്നുള്ളൂ, ചാക്ക് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ 50 രൂപ കൊടുക്കുകയും വേണമല്ലോ. അതിപ്പോൾ അതൊരു മെനക്കെട്ടൊരു പരിപാടി ആയിട്ടുണ്ട്. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ അതങ്ങോട്ട് കൊടുത്ത് തീർന്ന് ഞാൻ വേഗം ടപ്പേന്നനെ പോയിട്ടൊരു കുളിയും പാസ്സാക്കി. അയ്യോ ഇപ്പോൾ ഒരു സ്വർഗ്ഗം കിട്ടിയ പോലെ കേട്ടോ. ഈ നട്ടുച്ചയ്ക്ക് കുളിയാണ് എനിക്ക് ആകെ കൂടെ പ്രശ്നമാക്കണം. എനിക്ക് നീർവീഴ്ചയില്ലേ, ആ അപ്പുറത്ത് കൂടെ പോകുമ്പോൾ ഇപ്പുറത്ത് കൂടെ വരും. അങ്ങനെയാണ് എനിക്ക് നേരം തെറ്റി കുളിച്ചാൽ അങ്ങനെയൊക്കെ പെട്ടെന്ന് എനിക്ക് വെയ്യാണ്ടാവും. നീർവീഴ്ചയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അതുണ്ടാവും. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എന്നത്തെയും പോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ ആണ് വാസ്ലിനും പിന്നെ അലോവേരയുടെ ജെല്ലും. അത് നാച്ചുറലായിട്ടുണ്ടെങ്കിൽ ഞാൻ രാത്രിയിൽ നാച്ചുറലായിട്ടുള്ളത് നമ്മുടെ അതിനകത്ത് നിന്ന് പിച്ചാനുണ്ട്. ഇപ്പം അത് ഇങ്ങനെ വരണേ ഉള്ളൂ. മറ്റേത് നമ്മുടെ വീട്ടിൽ ഒരുപാടുണ്ടായിരുന്നു, പഴയ വീട്ടിലൊക്കെ ഇത് ആവശ്യമായിരുന്നു. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് പോയിട്ട് വലിയ പഴയ വീഡിയോ കണ്ടവർക്ക് അറിയാം, വലിയ 2 തൈ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സൂക്ഷിച്ചും കൊണ്ട് നിൽക്കുക. എനിക്കൊരു 2 കൂടെ വാങ്ങി നടണം. നമ്മുടെ ബാക്കിൽ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടാങ്കിൽ നിന്ന് വെള്ളം പോകുന്ന സ്ഥലമുണ്ട്, അവിടെ എപ്പോഴും ഇങ്ങനെ ഒരു ശീതം പോലെയാണ്, വെള്ളം ഇങ്ങനെ
പോകുമല്ലോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ കൊണ്ട് നടണം. അപ്പോൾ അതൊക്കെ കയ്യിലും കാലിലും മുഖത്തും എല്ലായിടത്തും തേച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കരമായിട്ട് സ്കിന്നിനൊരു എന്താ നല്ലതാണ്. എനിക്ക് യൂസ് ചെയ്തോടത്തോളം നല്ലതാണ്. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഒരു സിറമൊക്കെ തേച്ചൊരു ഫീല് വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ചോറും ഞാൻ കഴിച്ചു കൂട്ടോ. അതിൻ്റെ ഇടയിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കടംകുട്ടിക്കാണ് വിളമ്പണത്. പൂജയ്ക്ക് ഇപ്പോൾ തന്നെ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മീൻ വറുത്തതും ഉപ്പും മാങ്ങയും മുളകും കൂടെ തിരുമിയതും ഉപ്പേരിയും ചോറും കറിയും കൂടെയാണ്. അപ്പോൾ അതും കൂടെ കഴിച്ച് അവന് വാരി കൊടുക്കാൻ കുറേ ദിവസം ഇന്നലെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഇന്നലെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞാൽ പെരുന്നിട്ടുള്ള അമ്മ കൂട്ടി കഴിക്കുകയെന്ന്. എനിക്ക് കുറേ ദിവസമായില്ലേ വാരി തന്നിട്ട് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്തോ പോലെ ആയിട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും അവന് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഇങ്ങനെ തന്നെയാണ്. എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ചേച്ചി മുതുക്കിയായില്ലേ തള്ളയില്ലേ എന്നൊന്നും പറയണ്ട. എൻ്റെ അമ്മ ഇപ്പോഴും എനിക്ക് വാരി തരുമ്പോൾ ഞാൻ 2 ഉരുള എക്സ്ട്രാ കൂടെ കഴിക്കും. അതൊരു ഫീലാണ്. അത് കഴിക്കുന്നവർക്കേ അറിയുള്ളൂ. അതുപോലെയാണ് എനിക്ക് ഇവന് വാരി കൊടുക്കുകയാണെങ്കിലും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ഒരു പ്രായത്തിൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വേണ്ട അയ്യേന്ന് നാണക്കേടെന്നൊക്കെ പറയുമെന്നും എനിക്കറിയില്ല. അപ്പോൾ കിട്ടണ ചാൻസിൽ ഇന്നലെ എനിക്ക് വയ്യാത്തതുകൊണ്ടായിരുന്നു. എനിക്ക് ഒരു വിധം വെയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ വാരി കൊടുക്കും. ഞാൻ വാരി കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു സംതൃപ്തിയാണ്, ഒരു സന്തോഷമാണ്. ഒരു കുറേ വയറ് നിറച്ച് നമ്മുടെ പിള്ളേർ വയറ് നിറച്ച് കഴിക്കുമ്പോൾ ഏതച്ഛനമ്മയ്ക്കും അങ്ങനെ തന്നെ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.